എന്റെ അമ്മോ, പാവം കൊച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് തുടങ്ങിയല്ല. എന്താ അമ്മ അങ്ങനെ ചോദിക്കണ? അല്ല, കാണാത്ത കാഴ്ചയൊക്കെ കണ്ട് അതുകൊണ്ട് ചോദിച്ചെടി നല്ലപോലെ വീശി അടിക്കും. അത് തന്നെ ഞാൻ നോക്കിയപ്പോ അമ്മയാണെങ്കി അവിടെ കറി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചേച്ചി വെറുതെ ഇരിക്കയില്ലേ, സഹായിച്ചു കൊടുക്കാന്ന്. അവിടെ അത്രയും തൂത്ത് അതൊക്കെ തൂത്ത് അവിടെയൊക്കെ. അവിടുത്തെ ഒന്നും ശരിക്കല്ല പോയിട്ടില്ല. ചെയ്താലും കുറ്റം, ചെയ്തില്ലേലും. പക്ഷെ എനിക്ക് സന്തോഷമായി നീ തൂക്കുന്ന കണ്ടപ്പോ. അവിടെ ഉണ്ട് ഒരുത്തി, ഇതുവരെ എഴുന്നേറ്റിട്ട് പോലും ഇല്ല. അവള് കൊച്ചല്ലേ? കൊച്ച് ഈ പ്രായത്തിലേ ചെയ്തു തുടങ്ങണം. അവൾക്ക് ക്ലാസ് ഇല്ലേ? ക്ലാസ് ഉണ്ട്, അവള് എഴുന്നേറ്റിട്ടില്ല. ഞാനും ചെറുതിലെ എല്ലാ ജോലിയും ചെയ്യുമായിരുന്നടി. ഓ തുടങ്ങി സത്യമായിട്ടും. എപ്പോഴും ഇതല്ലേ, ഇല്ല ഒന്നും ചെയ്യാത്തൊന്നും ഇല്ലല്ലോ. എന്നെ കൊണ്ട് കുഞ്ഞിലെ അമ്മച്ചി എല്ലാ ജോലിയും ചെയ്യും. മുറ്റം അടിക്കും, ചോറ് വയ്ക്കും, കറിക്കും, മീനൊക്കെ വെട്ടി കൊടുക്കുമായിരുന്നു. എനിക്കും പറ്റുമല്ലോ. ഞാൻ മുറ്റോടിക്കും, ചായ ഇടും, തോരൻ വെക്കും, പിന്നെ കൊറേ ചെയ്യും. കഴിഞ്ഞില്ലേ ചുരണ്ടി? കഴിഞ്ഞില്ല, അരമണിക്കൂറായല്ലോ തുടങ്ങിയിട്ട്. ഇത്രയും ഭാഗമുണ്ട്, ഇത് അത്രയും വൃത്തിക്ക് ഇത്രയും ചെയ്യണമെങ്കിൽ ഭാഗമുണ്ട്. സമയം വേണം. ഭാഗം നോക്കങ്ങോട്ടൊക്കെ ഇരിക്കണേ. മാത്രമല്ല ഡാഡി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ചെയ്യണതാ ചെയ്യണം, എന്ത് ചെയ്താലും വൃത്തിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യാൻ പോവില്ല. ആ ഡാഡിക്ക് അങ്ങനെ വൃത്തിയായി ചെയ്താണ്. അത് തന്നെയല്ല, പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഓടി വന്ന് സഹായിക്കണമെന്ന് ഡാഡി പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. 1 മണിക്കൂറായി ക്ലാസ് കഴിഞ്ഞിട്ട്, ഇതൊന്നും അമ്മ അറിയാത്ത ഞാൻ എന്ത് ചെയ്യണം? പക്ഷെ അവള് തൂത്ത് കേട്ടാ ചേച്ചി, എനിക്ക് സന്തോഷം തോന്നി. അവൾ അത്രയും ചെയ്തില്ലേ. എൻ്റെ ലില്ലി, അല്ലെങ്കിലും ഹോംവർക്ക്, ക്ലാസ്, പരീക്ഷ, ഇതിൻ്റെയൊക്കെ സമയത്ത് സഹായം കൂടുതലാണ് മറുപടി. എൻ്റെ മാമി ക്ലാസ് എപ്പോഴാണ് ഞാൻ എക്സാമിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇതൊക്കെ ചെയ്യണത്? മാത്രം മാമി ഒന്നും അറിയാം, ഞാൻ എന്തും പഠിക്കും, ആവശ്യത്തിന് നല്ലോണം പഠിക്കൂലേ. പിന്നെ ഇനിയിപ്പോ ഫുൾ മാർക്ക് വാങ്ങും, അവളെ പോലെ ആവെന്നൊക്കെ പറഞ്ഞു. ഫുള്ളൊന്നും നീ മേടിക്കണ്ടടി, നീ ഇപ്പൊ പഠിക്കണ പോലെ അങ്ങ് പഠിച്ചാൽ ഉള്ള ബുദ്ധിയല്ലേ. ഇത് ആർക്ക് വേണ്ടിയിട്ടാ? എനിക്ക് ഇവളുടെ മാർക്ക് കടയിൽ കൊണ്ടുപോയാൽ 10 കിലോ അരിയൊന്നും കിട്ടൂല. അവനോ നന്നായിരുന്ന അവനവന് കൊള്ളാം, അത്രേ ഉള്ളൂ. എല്ലാത്തിനും ഫുള്ള് മേടിച്ചോളുന്ന ഒരാള്. അതാണെങ്കിൽ കൊള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇരിക്കണണ്ടില്ല ഇവിടെ. ആ പഠിക്കാൻ വിട്ട സമയത്ത് മര്യാദക്ക് പഠിച്ചെങ്കിലോ എന്റെ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. കിഴങ്ങ് അവള് പഠിക്കുകയൊക്കെ ചെയ്യും, ആവശ്യത്തിന് പഠിക്കണം. ചേച്ചി മറ്റേ സുരേന്ദ്രൻ ചേട്ടന്റെ കൊച്ചിന്റെ 28 നാളെ. ഇവിടുന്ന് ആരൊക്കെ പോണ്ട്? എല്ലാരും പോണുണ്ട്, നമ്മളെല്ലാവരും ഫാമിലി. ഞങ്ങള് പോണുണ്ട്. നിന്റെ കാര്യം തീരുമാനിച്ചിട്ടില്ല, എന്നിട്ട് വേണം ക്ലാസ് കളയാനല്ലേ? അവള് വരട്ടെ ചേച്ചി. ആണിത് ഇവിളി തുള്ളാൻ കാണിക്കണത് ഈ മേക്കപ്പിന് കാണിക്കണം. പകുതി ഇൻട്രസ്റ്റ് ഈ പഠിത്തത്തിൽ കാണിച്ചാൽ അവളിവിടെ ഒറ്റ കിട്ടിട്ട് പോകും. നീ പാടി. അത് തന്നെ ഞാൻ വരും. ഇത്തിരി ഒരുങ്ങിയൊക്കെ പോയി ആരെ കാണിക്കാൻ? സ്വന്തമായിട്ടൊരു സന്തോഷത്തിന്. അവിടെ നിന്ന് ആരൊക്കെ പോണ്ട്? അവിടുന്ന് ഞാനും ചേട്ടൻ പോണണ്ടാ? ഞങ്ങൾ അങ്ങനെയല്ലേ ക്ഷണിച്ചത്. ആ ക്ഷണനത്തിന് ഇവിടെയും കുറവൊന്നുമില്ല. ചേച്ചിയൊക്കെ എന്താ കൊടുക്കണേ? അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. നിങ്ങളെന്താ കൊടുക്കണേ? അല്ല, ചേച്ചി എന്താ കൊടുക്കണേന്ന് അറിഞ്ഞിട്ട് അതനുസരിച്ച് കൊടുക്കാന്ന് വിചാരിച്ചായിരുന്നു. ഒന്നും പറഞ്ഞില്ലല്ലോ. ഉടുപ്പല്ലോ മേടിക്കാല്ലോ. എന്തെങ്കിലും കൊടുക്കണം, കൊടുക്കാതെ പോണത് മോശാ. നമ്മളെല്ലാരും പോയി തിന്നുകയും ചെയ്യും. പൈസ കൊടുക്കണ്ട, കൊച്ചല്ലേ, അപ്പൊ ഉടുപ്പ് മേടിച്ചു കൊടുക്കാം. ഏട്ടൻ പോണതിന് മുമ്പേ എന്തായാലും ക്ലീറ്റ വരട്ടെ, എന്നിട്ട് ഞാൻ എൻ്റെ കാര്യം പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് പോയി മേടിക്കായിരുന്നു. ഞാൻ ഏട്ടൻ്റെ അടുത്ത് നിന്ന് പൈസ മേടിച്ചു വെക്കാം. ഇന്ന് തന്നെ മേടിക്കലൊക്കെ നടക്കുമോ? നാളെ അല്ലേ, അപ്പൊ പിന്നെ പോണ സമയത്താണ് മേടിക്കണത്. പോണ വഴിക്കാണെങ്കിലും മേടിച്ചിട്ട് പോയപ്പോ ഒരു ഉടുപ്പല്ലേ. കിട്ടിയില്ലെങ്കിലോ? പൈസ കുടിച്ചിട്ട് വേണ്ടേ? ഉടുപ്പിന് എന്താണെങ്കിലും ഒരു 1000-1500 രൂപയാവും. 1500. ആ ഇറങ്ങാറായി ചേച്ചി. ഞാൻ എന്നാ ചെന്നിട്ട് വാ. ക്ലീറ്റച്ചനോട് ചോദിച്ചിട്ട് പറയണേ. കഴിഞ്ഞാ ക്ലാസ്? ക്ലാസ് കഴിഞ്ഞാന്ന്? ക്ലാസ് 1 മണിക്കൂറായി. ആണോ? എന്നൊരു കാര്യം ചെയ്യ്, എന്തായാലും അമ്മേനെ സഹായിക്കാന്ന് വെച്ചതല്ലേ മോള്. മുറ്റം പിന്നടിക്കാൻ വേറൊരു പണിയുണ്ട്. ഇത് ഇവിടെ ഇരുന്നിട്ട് കണ്ട പുല്ല് കണ്ട അവിടെയൊക്കെ, ആ പുല്ലൊക്കെ ഒരു കാര്യം പറയട്ടെ, 4:30 വരെ എനിക്ക് ടൈം ഉണ്ടായിരുന്നു. 4 to 5 നോട്ട് റൈറ്റിംഗ്. നീ ഇവിടെ വാടി. നീ ഇത്ര നേരം ഇവിടെ എന്താ പറഞ്ഞോണ്ടിരുന്ന മാമീനോട്? നിനക്ക് സഹായിക്കാൻ മുട്ടിയിട്ട് പാടില്ലാന്നല്ലേ? തൂക്കണ്ട, നീ ഇത് പറിക്കാം, അവിടെ ഇരുന്ന് പറിച്ചാ മതി. പഠിക്കാൻ പോണോ? പിന്നെ എന്റെ മോളുടെ ക്ലാസ് ഇപ്പൊ കഴിഞ്ഞെന്ന് അമ്മേനോട് പറഞ്ഞത്. നോക്കട്ടെ. അയ്യോ പുല്ലിന് നോവു. ഇത് എന്തിന് എത്ര ആവശ്യമായിട്ട് വിളിച്ചാൽ കാണാനില്ലല്ലോ തന്നെ? ചേച്ചിയുടെ അടുത്ത് പോയിരിക്കായിരുന്നു. എപ്പോഴും എന്തിനാണ് അവിടെ പോയിരിക്കുന്നത്? ചുമ്മാ
വേറെ അടുത്തല്ലേ പോയത്, ചേച്ചിയുടെ അടുത്തല്ലേ പോയത്? ഓ അത് കുഴപ്പമില്ല, പക്ഷെ എപ്പോഴും പോയിരിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ ഇല്ലേ നിനക്ക്? സുരേന്ദ്രൻ ചേട്ടൻ്റെ കൊച്ചിന്റെ 28 അപ്പൊ അതിന് ചേച്ചിയൊക്കെ വരുന്നുണ്ടാന്ന് ചോദിക്കാൻ വേണ്ടിട്ട് പോയതാ. എന്തെങ്കിലും കൊടുക്കണ്ടേ നമുക്ക്? വരുന്നുണ്ട്. അപ്പൊ അവരെന്താ കൊടുക്കണേന്ന് അറിഞ്ഞിട്ട് നമുക്ക് അതനുസരിച്ച് മേടിക്കാന്നായിരുന്നു. അത് ക്ലീറ്റോ ചേട്ടൻ വന്നിട്ട് ചോദിച്ചിട്ട് പറയാന്ന്. നല്ല ഉടുപ്പ് കൊടുക്കണ്ടേ? ആ ഉടുപ്പ് മതി. ഉടുപ്പ് മേടിച്ചിട്ട് പൈസ തന്നോ? അപ്പൊ ഞാൻ പോയി മേടിക്കാം. 1000 രൂപ കിട്ടും. എന്നാലും കുറച്ച് പൈസ വെച്ചാലേ 10-200 രൂപ കൂടിയാലും കുഴപ്പമില്ല. കിട്ടും നല്ലത്. ഇത് കയ്യിലിരിക്കട്ടെ. പിന്നെ നീ പോകുമ്പോൾ അവളുടെ അടുത്ത് ചോദിക്കും എന്തെങ്കിലും മേടിക്കണേ, അവളുടെ അടുത്ത് നടത്തിക്കണ്ട. അതുപോലെ വേണേ അതോടെ മേടിച്ചോട് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി. അവിടെ വെച്ചിട്ടുണ്ട്. മുത്തേ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വന്നേ. നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇടുന്ന ഡ്രസ്സ് നിനക്ക് കഴുകാനുള്ളത് എവിടെ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ മുറിയിൽ ഇത് എവിടെ ഇട്ടിരുന്ന? എൻ്റെ മേശപ്പുറത്ത്. തുണിയാ ഊര് എവിടെയെങ്കിലും കളയുക. കഴുകാൻ വന്ന് അവിടെ എൻ്റെ മേശപ്പുറത്ത്. മറ്റേ സുരയുടെ കൊച്ചിന് എന്താ കൊടുക്കണേ? എന്തിനു മേടിച്ചു കൊടുക്കണ്ടേ? സുരയുടെ കൊച്ചിന് നാളെയല്ലേ പരിപാടി അല്ലേ? കൊടുക്കാം. എന്താ കൊടുക്കണത്? ലില്ലിയെ കുടുപ്പാൻ മേടിക്കണേന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്, ഞാൻ പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കുടുംബശ്രീന്ന് എടുത്തിട്ട് കൊടുക്കാം. എന്നിട്ട് എനിക്ക് തന്നെ 1500 കൊടുത്തിട്ട് ഉടുപ്പ് മേടിക്കാം നമുക്ക്. ഉടുപ്പല്ല, ഞാൻ വേറെ കുറച്ചുകൂടെ വലിയൊരു സംഭവമാണ് മനസ്സിൽ കണ്ടേക്കുന്നത്. ഒരു കൊച്ചിന് ഉടുപ്പല്ലാതെ വേറെ എന്താ വലിയ സംഭവം? ഒരു നൂല് കെട്ടുന്ന കൊച്ചിന് ഉടുപ്പ് തന്നെ കൊടുക്കണമെന്തായത്? സ്വർണം കൊടുത്താൽ എന്താ ശരിയാവില്ലേ? ക്ലീറ്റോനോട് നടക്കണ കാര്യമാണ് ചോദിച്ചത്. നാളെയാണ് ചടങ്ങ്, അല്ലാതെ അതിനെ കെട്ടിച്ചു വിടുമ്പോൾ കൊടുക്കാനല്ല. ക്ലീറ്റോ ഓടണ കാര്യങ്ങൾ പറയാറില്ല, നടക്കണ കാര്യം തന്നെ പറഞ്ഞത്. അതിനെന്തെങ്കിലും ഇച്ചിരി സ്വർണം തന്നെ മേടിച്ചു കൊടുക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. ക്ലീറ്റോ ആ മനുഷ്യന്റെ കൊച്ചിന് സ്വർണം മേടിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ? അല്ല ഇനിയിപ്പോൾ സ്വർണം കൊടുക്കണമെങ്കിൽ തന്നെ സ്വർണത്തിന് വില എന്താന്നാ വിചാരിച്ചത്? സ്വർണത്തിന് വിലയെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പവനൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ട. ഒരു കൊച്ചിൻ്റെ നൂല് കെട്ടല്ലേ, അതിലും താഴോട്ട് വാങ്ങിച്ചു കൊടുക്കാമല്ലോ നമുക്ക്. എടി സുരേന്ദ്രന് ഞാനുമായിട്ടുള്ള ഇരിപ്പ് വശം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവൻ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിലേ വളരെ മോശമായി പോകും. കാരണം ഇപ്പം നോക്കിക്കോ, നാളെ കയ്യും വീശി ക്ലീറ്റോ വരും. ഒന്നുമില്ലാതെ അങ്ങോട്ട് എന്നെ വിളിച്ചാൽ ഞാൻ വരില്ല. അതെ, അവിടെ പോകുമ്പോൾ ഗിഫ്റ്റ് ഇല്ലാതെ പോകാമെന്ന് പറഞ്ഞാൽ ആരും പേടിക്കണ്ട. അതുകൊണ്ട് വരാതിരിക്കാൻ വേണ്ട, എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവും. അത് കാര്യമായിട്ട് തന്നെ ഉണ്ടാവും. ഇനി അടുത്ത ഇതായി 100 ചോദ്യം 100 ഉത്തരവായി. പൈസ എവിടെ നിന്നാവട്ടെ, എന്തായാലും മോഷ്ടിച്ചിട്ടില്ല, പിടിച്ചു പറിച്ചിട്ടില്ല. എന്നാ പിന്നെ എവിടുന്ന പൈസ എന്ന് പറഞ്ഞാൽ സ്വർണം മേടിക്കാൻ പൈസ വേണ്ടേ? വിളിച്ചു എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. എന്തോ പോയി തുണി കൊണ്ട് കഴിവിട് പോ. ഒരു ഉടുപ്പ് മേടിച്ചാൽ മതി. ഒരു ഉടുപ്പ് എന്ന് പറയണതേ അത് വളരെ ചെറുതായി പോകും. കാരണം എൻ്റെ തങ്കം, നീ ഒന്ന് സമാധാനമായിട്ട് നില്ല്, ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലും മേടിച്ചോളാം. കയ്യും വീശി വന്നാൽ ഞാൻ വരില്ല. കൈ വീശണ്ട, കയ്യിൽ സാധനം ഉണ്ടാവും. അതുകൊണ്ട് നിനക്ക് സ്വർണ്ണം ഞാൻ എന്തെങ്കിലും മേടിച്ചോണ്ടോ ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും? ഒരു ബുദ്ധിമുട്ടില്ല, എനിക്ക് എന്താ സന്തോഷം. സന്തോഷമാണല്ലോ, നീ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്ക് സമാധാനമായിട്ട് അങ്ങോട്ട് പോവാമല്ലോ. അതിന് പോയി കഴിഞ്ഞാൽ വീണ്ടും വിളിക്കുമോ? നടക്കുമോ ഇല്ലേ, ഒക്കുമോ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അതെ, പാലാക്കാരൻ മത്തായിയുടെ മകൻ ക്ലീറ്റസ് മത്തായിക്ക് ഒരു വാക്കേ ഉള്ളൂ. എപ്പോഴും പറയാനാണ് നേരെ അങ്ങോട്ടും അങ്ങോട്ടും മാറ്റിയിടാൻ. ചേച്ചി, ചേച്ചി, അമ്മ അമ്മേ, അമ്മ പോണോ ഡ്രസ് വാങ്ങാൻ? ഡ്രസ് മേടിക്കാൻ പോണോ കൊച്ചിന്? ചേച്ചി ഉടുപ്പ് മേടിക്കാൻ പോവാ കൊച്ചിന്. വല്ല മേടിക്കണോ ചേച്ചിക്ക്? അത് ക്ലീറ്റോ നോക്കിക്കോളൂ. ക്ലീറ്റോ മേടിച്ചോളൂ. അതിന് ക്ലീറ്റോ ചേട്ടൻ്റെ എങ്ങനെ സെലക്ഷൻ അറിയാമോ? ക്ലീറ്റോ ചേട്ടൻ മേടിച്ചാൽ വല്ല പൂക്കളും നക്ഷത്രമൊക്കെ ആയിരിക്കും മേടിക്കുന്നത്. ഒട്ടും കൂടുതലായിരിക്കും. പൈസ എന്നാൽ ഞാൻ മേടിച്ചോണ്ട് വരാം. അതിന് ആരും ഉടുപ്പ് മേടിക്കുന്നു? പിന്നെ എന്താ മേടിക്കണ? കളിപ്പാട്ടോ? സ്വർണം. സ്വർണ്ണോ? സ്വർണം കൊടുക്കേണ്ട കാര്യം എന്താ? കാര്യം എന്താ അതിന് ഞാനും ചോദിക്കുന്നത്. നീ സ്വർണം കൊടുക്കാൻ മാത്രം സുരേന്ദ്രനായിട്ടുള്ള ഇരിപ്പ് വശം വെച്ചിട്ട് സ്വർണ്ണത്തിൽ കുറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയും പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. എൻ്റെ കറുത്ത ചേച്ചി, സ്വർണത്തിന് ഇപ്പോൾ 1 ഗ്രാമിന് തന്നെ 5000 രൂപ എടുത്താവും. ക്ലീറ്റോ ചേട്ടനിൽ ഉണ്ടോ അത്രയും പൈസ?
എന്നോട് അതൊന്നും അന്വേഷിക്കേണ്ട, നീ ഒരുങ്ങിയിരുന്നാൽ മതി, രാവിലെ എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുപോലെ ചെയ്യും. മേടിച്ചിട്ട് വന്നില്ലെങ്കിൽ പോകുന്നില്ല, അത്രേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാവും. എന്നാൽ നീ പോയിട്ട് വാ. ഞാൻ പോയിട്ട് ഒറ്റക്ക് പോവോ? ആ ഞാൻ അവിടുന്ന് ഒരു ഓട്ടം പിടിച്ചു പോയി. ഞാനും ഇവളെ കൂടെ കൊണ്ടുപോയാൽ മതിയായിരുന്നല്ലേ. ആ ഓർത്തില്ല കാര്യം. പോയിട്ട് വരാവേ. പോരെ ഇത്രയും? അല്ല അത് ഇവിടെയും കൂടെ ഒട്ടിയത്. പാടുപെടും. അല്ല അകത്തെഴുതി. ആ പുറത്തെഴുതിയ വൃത്തിയുടെ. മതിയോ? അത് മതി. പോരെ, സ്ട്രോങ് ആയി. ഇവിടെ ഇരിക്കണ അവന് കണ്ടായിരുന്നോ? ഫോട്ടോ അയച്ചു കൊടുത്താ? അയ്യോ കണ്ടില്ലല്ലേ. പാക്ക് ചെയ്താ ഞങ്ങള്. ഓ അടിപൊളി ഡ്രസ് കേട്ടാ. കണ്ടില്ലല്ലോ. അതാരല്ലേ നീ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അല്ല നല്ല ഡ്രസ്, നല്ല കളറ്. നിങ്ങൾ എന്താ മേടിച്ചത്? ഉടുപ്പാ? ക്ലീറ്റോ ചേട്ടനൊക്കെ സ്വർണ്ണം കൊടുക്കണത്. സ്വർണ്ണോ? എവിടെ? അത് സുരേന്ദ്രൻ ചേട്ടനും ക്ലീറ്റോ ചേട്ടനുള്ള ബന്ധം വെച്ചിട്ട് സ്വർണം കൊടുക്കണമെന്ന്. എന്നെക്കാളും വലിയ എന്ത് ബന്ധം? സ്നേഹബന്ധം ഉണ്ടല്ലോ. നിനക്കൊന്നും പറയില്ലേടി. ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നോട് പറഞ്ഞു നീ രാവിലെ സാരി ഉടുത്ത് റെഡിയായിരുന്നോ, കൊച്ചിന് സ്വർണ്ണം ഇട്ട് കൊടുക്കാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഒരു ബുദ്ധിമുട്ടും ഇട്ട് കൊടുത്തോളാന്ന് പറഞ്ഞല്ല. അതെന്ത് പറയാനാ? ഇതിലെന്തോ ഉടായിപ്പുണ്ട്. പിന്നെ എന്തോടാ ചിലപ്പോ മുത്തിന്റെ കല്യാണത്തിന് ഇരട്ടിയായിട്ട് സുരേന്ദ്രൻ പിടിച്ചു വാങ്ങാനുള്ള പരിപാടി ആയിരിക്കും. ഓ പിന്നെ അങ്ങനെയൊന്നും അല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ മനസ്സ് നിറച്ച് കൊടുക്കും. ആണല്ലേ? ഒന്നും മിണ്ടാതിരുന്നേ. ചേച്ചി ഇത് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാ. പിന്നെ സ്വന്തം കൊച്ചിനൊരു പൊടി സ്വർണം മേടിച്ചു കൊടുക്കാത്ത ആളാണ്. പാരമ്പര്യത്തിന്റെ കാര്യമൊന്നും പറയണ്ട. എന്നാലും നമ്മളെ ഇതൊക്കെ ഉള്ളു. ഇത് 1000 രൂപയോടെ എടുപ്പാ. വേറെ നല്ലതായിരുന്നു കുറച്ചുകൂടി. പോരെ, 500 കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ 500 വലിച്ചിട്ട് 1000 രൂപ കൊടുത്ത് മേടിച്ചു. എന്റെ പൊന്നിയേച്ചി അതവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. ഞാൻ പറഞ്ഞു 10 കൂടിയാലും കുഴപ്പമില്ല, ഒരു നല്ല ഇത് നല്ല നല്ല ഭംഗി. എന്റെ ലില്ലി സെലക്ഷൻ സൂപ്പർ. ആയിക്കോട്ടെ. ചായ ഉണ്ടോ? ചായ സോറി എടുത്തോണ്ട് വരാം. വയ്യ അയ്യ നല്ല എടുക്കാം. അവിടെ കടയിലൊക്കെ പോയി വന്നതല്ലേ ഉള്ളൂ. എങ്കിൽ വേണ്ടേ? വേണ്ട വേണ്ട, ഇട്ട് വെച്ചിരിക്കുക, ചൂടാക്കിയാൽ മതി. ഈ വായി നോക്കിയുടെ കൂടെ ഒരു സ്ഥലത്തിറങ്ങാൻ തീരുമാനിച്ച അത് നടക്കൂല. എന്നെങ്കിലും അങ്ങ് സമയത്ത് വന്നിട്ടുണ്ടാടി. എന്നെങ്കിലും നീ ക്ലീറ്റോനെ ശപിക്കാതിരുന്നിട്ടുണ്ടോ? എങ്ങനെ ശപിക്കാതിരിക്കുന്നേ? എന്റെ ഏട്ടാ വരട്ടെ. എത്ര നേരം ഇവിടെ ഇരിക്കുന്നത്? ഞാൻ വാതറി പോകും. അത് സാരമില്ല, നമുക്ക് ഇച്ചിരി താമസിച്ച് എന്നാ മതി. പേടിപ്പിക്കുന്നവൻ ഓടിപ്പിടക്കണ പോലെ അങ്ങ് ഓടിച്ചെന്നിട്ട് എനിക്ക് കിട്ടുമോ സ്വർണം? ഇന്നലെ നോക്കി എടുത്തുകൂടായിരുന്നേ ചേച്ചി? ഇന്നലെ പോയതാടി, ആ മോഡലൊന്നും ഇഷ്ടപ്പെട്ടില്ല ക്ലീറ്റോന്. ഇന്ന് പുതിയത് വരൂന്ന് പറഞ്ഞ്. മക്കളൊന്ന് വിളിച്ചേ. ഞാൻ വിളിച്ചോണ്ടിരിക്കാൻ എടുക്കണില്ല, ഇത്ര നേരം. പൊയ്ക്കോ, നിങ്ങൾ പൊക്കോ, ഞങ്ങള് എങ്ങനെയെങ്കിലും അങ്ങ് വന്നോളാം. നിങ്ങളല്ലോ നിങ്ങളും ഞങ്ങളോ? അതൊന്നുമില്ല. പിന്നല്ലാതെ അങ്ങനെയാണോ എപ്പോഴും പോകുന്നത്? നമ്മൾ ഒരുമിച്ചാ പോകാറുള്ളത്. പിന്നെ നീ ഇപ്പൊ എന്തോ പറയണത്? പിന്നെ ഞാനിപ്പോ പറഞ്ഞ എന്താ തെറ്റ്? സമയത്ത് വന്നിട്ടാണ്. നൂലുകെട്ടല്ലേ കനക, അവിടെ ചെന്നാ നൂലുകെട്ട് കഴിഞ്ഞിട്ട് ഇതിന്റെ എന്താണ് കാര്യം? ആള് കൂടുന്ന സമയത്തല്ലേ ചെല്ലേണ്ടത്. ഏട്ടാ അവിടെ കൊച്ചെന്തായാലും ഇങ്ങോട്ട് ഓടിപ്പോവാൻ പോണില്ല. അതെ, കൊടുത്ത് ഫുഡും കഴിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് പോരാം. അത് ശരി, ആ ചടങ്ങ് കാണണ്ടേ? ഒന്നും കാണണ്ട, പോ. ഓ എല്ലാ ചടങ്ങിനും അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് എല്ലാ പ്രാവശ്യം ഏട്ടനാ താമസിച്ച് വരുന്നത്. ഓ ഞാൻ എന്നാടി താമസിച്ചു? പറയണ്ട എന്റെ പൊന്നോ കർത്താവേ. വണ്ടി എവിടെ പോവാം? വണ്ടി ഒരു ടയർ പഞ്ചറായ ഒട്ടിച്ചിട്ട് ഇപ്പൊ വരും. നല്ല വണ്ടി എടേ വണ്ടിയുടെ ടയർ പഞ്ചറാവണേനൊക്കെ പ്രത്യേകിച്ച് കാര്യമാണ്. ഇന്നാണ് ദുരിതം പിടിച്ചൊരിത്. സ്വർണ്ണക്കടയിൽ ചെന്നിട്ടാണെങ്കിൽ കംപ്ലീറ്റ് പെണ്ണുങ്ങൾ. ഈ പെണ്ണുങ്ങൾക്ക് വേറെ ഒരു ജോലിയില്ല, എല്ലാം സ്വർണ്ണക്കട അങ്ങ് കിടക്കാണ്, പെറ്റ് കിടക്കും പോലെ. കിട്ടിയില്ല? എന്നിട്ട് കിട്ടി. എനിക്കൊന്ന് തിരഞ്ഞ് നോക്കി എടുക്കണ്ടേ? ഞാനാണ് ഒരുത്തൻ കംപ്ലീറ്റ് പെണ്ണുങ്ങൾ. എൻ്റെ ഇടയിൽ കൂടെ പോയി വല്ല വിധവും ചെന്ന് എന്നെ അമ്മമാർ കൊണ്ടുപോയി ഒരു സാധനം എടുത്ത്. ഓ എന്താ വേണ്ടി പോയി ചോദിക്കണ? ഉടുപ്പ് ഇതാണോ മറ്റേ ഉടുപ്പ്? അത്രേ ഉള്ളൂ. എടേ നാണക്കേടല്ലടാ. ഇവിടെ ഈ ഉടുപ്പൊക്കെ കൊടുക്കണേന് വേറെ ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെള്ളിയിൽ എന്തെങ്കിലും മാറ്റി കൊടുക്കണ്ടേ? ശരിയായിരുന്നു ഏട്ടാ, നമുക്കൊരു വെള്ളി അറിഞ്ഞാണെങ്കിലും മേടിച്ചു കൊടുക്കണ്ടായിരുന്നു. അതല്ലെന്ന് ഇവർ ഈ സ്വർണ്ണമായിട്ട് വരുമ്പോ നമ്മൾ ഈ 1000 രൂപ ഉടുപ്പായിട്ട് വരണം, നാണക്കേടല്ലേ? നിനക്ക്
പാങ്ങില്ലെന്ന്. ഇതിനുള്ള ഭംഗിയുള്ള സർക്കാർ ഇന്ന് മാസ ശമ്പളം കീമ്പളം ഇതെല്ലാം ചെയ്യണം. നിനക്ക് ഇച്ചിരി ഒരു വെള്ളിയിൽ അത് വാങ്ങിച്ചു കൊടുക്കാം. എവിടെ എന്നിട്ട് സ്വർണ്ണം എവിടെ? കാണാനൊന്നുമില്ല. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതിന് വണ്ടി വന്നില്ലല്ലോ, വരുമ്പോഴത്തേനും നോക്കാൻ പാടില്ല ഒന്ന്. ഞങ്ങളാ മോഡലൊന്ന് കാണട്ടെ. എടേ ഇത് നല്ലപോലെ പാക്ക് ചെയ്തൊക്കെ വെച്ചിക്കണം. അവന്മാർ പൊതിഞ്ഞൊക്കെ തന്നതാണ്. ഇത്തിരി പൊതിയാനല്ലേ ഇത്ര പാട്. ഞാനിടത്ത് അതുപോലെ പൊതിഞ്ഞ് വെച്ചോളണേ. പാക്കിങ് എന്താ വിളിച്ച വളയാണോ? ബാങ്കിൾ എടുത്തിടി, രണ്ട് ഇത് പിടിച്ചു. കളയല്ലേ, പൊതിഞ്ഞു കൊടുക്കണ്ടേ? അതുപോലെ പാക്ക് ചെയ്ത് വെക്കണേ. ഇതെന്താടി ഇത്? അയ്യേ, ഇത് നോക്കിയാ ഇത് ഇതെന്തുവാ വിളിച്ചോ? ഇതാ ഇതൊന്ന് നോക്കിയടി. എന്ത് ഇത്? ഈ മോഡൽ അന്വേഷിച്ചാണ്ടാ നീ 2 ദിവസം കയറി ഇറങ്ങിയത്? എടാ 250 രൂപയുടെ ഒരു ഉടുപ്പ് മേടിച്ചാൽ മതിയായിരുന്നു. അത് മാനം ഉണ്ടായിരുന്നു.